കൊച്ചി എയർപോർട്ടിൽ നിന്ന് സേലത്ത് വന്ന് ഇറങ്ങി. സേലം എയർപോർട്ട് എന്ന് പറയാനായിട്ട് വലിയ നമ്മുടെ കൊച്ചിയുടെ അത്ര ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു 4-1 ചെറിയ എയർപോർട്ടാണ്. അതേപോലെ തന്നെ ചെറിയ ഫ്ലൈറ്റൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി ലാൻഡ് ചെയ്ത് നമ്മൾ ഏജൻസിയിൽ ബുക്ക് ചെയ്ത വണ്ടി വന്നു. ഈ വരുന്ന വണ്ടിയിലാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ വന്ന കൃത്യം ടൈമിങ്ങിന് തന്നെ വണ്ടി ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന ഭാഗങ്ങളാണ് ആ കാണുന്നത്. ചെറിയൊരു ഫ്രണ്ടിൽ മാത്രം ഒരു ഗാർഡൻ പോലെ ഉണ്ട് സേലത്ത്. അതിലാണ് ഭയങ്കര ചൂടായിരുന്നു. നമ്മുടെ കേരളത്തിനേക്കാളും അടാറ് ചൂടായിരുന്നു നമുക്കവിടെ അനുഭവപ്പെട്ടത്. അവിടെ ഇറങ്ങിയിട്ട് നമുക്കൊന്നും കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. കാരണം കുറച്ച് സമയമേ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എങ്ങും പോകാൻ പറ്റിയില്ല. 4 മണിക്കാണ് നമ്മളവിടെ എത്തിയത്. ആ 4 മണിയെങ്കിലും ഒരു 2 മണിയുടെ ചൂടിൻ്റെ പവറായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറി വണ്ടി പുറപ്പെടാൻ പോകുന്നു. നല്ല എണ്ണമാണ്, കുഴപ്പമൊന്നുമില്ല. ആൾ പറയണ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോകാനുള്ള തിരക്കിലാണ്. ചായ ഒന്നും കുടിക്കാൻ സമയം കിട്ടിയില്ല. ഊണ് കഴിച്ച് ഞങ്ങൾ കയറിയ കാരണം ഞങ്ങൾക്ക് അതിൻ്റേതായ ക്ഷീണങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ചായ കുടിക്കാൻ സമയമില്ലെങ്കിലും എല്ലാവരും നല്ല ഇൻട്രസ്റ്റിലാണ്. വണ്ടിയിൽ കയറി അടിച്ച് പൊളിക്കണം, തകർക്കണം എല്ലാവരും. നമ്മൾ സേലത്ത് ചെന്നിട്ട് കാണാൻ പറ്റിയൊരു സംഭവമുള്ളത്, അധികം കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും മേട്ടൂർ ഡാമാണ്. ആ ഡാമിനോട് ചേർന്ന് ഉള്ള ഭാഗങ്ങളാണിത്. നമ്മളതിൻ്റെ അകത്തേക്കൊന്നും കയറ്റില്ല. ഡാം വലിപ്പമുണ്ട്, പക്ഷേ വെള്ളമൊക്കെ വീണാണ് നല്ല സ്റ്റൈൽ തന്നെയാണ്. ആ കോമ്പൗണ്ടിലേക്ക് യാത്രക്കാരെ ആരും കയറ്റുന്നില്ല. കമ്പിവേലി ഇട്ടേക്കണം അവിടെ. പിന്നെ ഭയങ്കര സ്മെല്ലാണ് അവിടെ. ഡാം കണ്ട് അധികം നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്രോൾ പമ്പിൻ്റെ അവിടേക്ക് എത്തി. ഈ കാണുന്ന പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ സമ്മതിക്കില്ല. നമ്മൾ ടോയ്ലറ്റിൽ പോകാനായിട്ട് അവിടെ ചെന്നിട്ട് അവർ വെള്ളമൊക്കെ ടാപ്പ് അടച്ചിട്ടു. അങ്ങനെ ഭയങ്കര മോശമായ പ്രകടനങ്ങളാണ് അവരിൽ നിന്നുണ്ടായത്. ഇത് ഈ വരുന്ന ചേട്ടനുണ്ടല്ലോ, ഭയങ്കര സാധനത്. അതിനെന്നിട്ട് ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. നിങ്ങൾ കേരളത്തിലേക്ക് വായു, അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയുന്നുണ്ടോ? അങ്ങനെ ഓരോ ഡയലോഗുകളൊക്കെ അടിച്ച് ലാസ്റ്റ് അവർ താക്കോലോ. പിന്നെ നമ്മളവിടെ നിന്ന് പോയിട്ട് ഒരു പാർക്കിൽ പോയി ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്തിരുന്നു. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരവണ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. നല്ല അടിപൊളി VIP റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര റേറ്റാണ്. റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിരിയാണിക്ക് 200 രൂപയാണ്. ആ കൊണ്ടുവന്ന് വയ്ക്കുന്നതിന് 200 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 6 പേര് കൂടി ഒരു ടീമായിട്ട് ഇരുന്നിട്ട് 3 ബിരിയാണി. അപ്പോൾ 50-50 അടിച്ച് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരേ മസാല ദോശ ഞങ്ങൾ ആവശ്യപ്പെട്ടു. മസാല ദോശയ്ക്കൊക്കെ ഭയങ്കര, ഒരു ചായക്ക് 57 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം ചായ ഒന്നും കഴിച്ചില്ല. എനിക്കെന്ന് വെച്ചാൽ ചായ കഴിക്കാണ്ട് ഭയങ്കര വിഷമമായിരുന്നു. കണ്ടോ, ആ ചെറിയ ഇതിനകത്ത് ഒരാൾക്കാണെങ്കിൽ നല്ല പോലെ വിശപ്പ് മാറും. ഞങ്ങളങ്ങനെ ശരവണയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി വീണ്ടും വണ്ടീനകത്ത് കയറിയിട്ട് ഞങ്ങൾ ഇവിടേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പുറപ്പാടാണ്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവർക്കും യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. വിമാനത്തിലൊക്കെ ആൾ കയറി. ഇഷ്ടമായില്ലേ? അത് ഞങ്ങളിവിടെ ഇറങ്ങി. എല്ലാവരും വളരെ ഹാപ്പിയാണ്. റെയിൽവേ സ്റ്റേഷൻ കണ്ടു. റെയിൽവേ സ്റ്റേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് കയറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ട്രെയിനുണ്ട് വാങ്ങി. എങ്ങനെയുണ്ട് സുജാത ചേച്ചി? ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രകൾക്ക് പോവേണ്ട തിരക്കിലാണ് എല്ലാവരും. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പ്രായമായ റോസേച്ചിക്കൊന്ന് ഇറങ്ങാൻ്റെ ഒരു സംഗതി ബുദ്ധിമുട്ടുണ്ട്. ആളൊക്കെ പിടിച്ചിറക്കണം, എന്നാലും അവരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചു. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വിരാമം ഇട്ടു. അവർ ഫ്ലൈറ്റും കയറി.
അവരുടെ ആ സന്തോഷങ്ങളല്ലേ കാണേണ്ടത്. നമ്മൾ പ്രായമായ ആൾക്കാർക്ക് പോകുമ്പോൾ ഉള്ള സന്തോഷം, ഇനിയിപ്പോൾ അവർ വീണ്ടും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയുടെ സന്തോഷത്തിലാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെയും ടിക്കറ്റ് നമുക്ക് ഗ്രൂപ്പായിട്ട് കിട്ടിയ ആ ഗ്രൂപ്പിനകത്ത് ഒരു സെക്ഷൻ തിരിച്ച് ഞങ്ങൾ കയറി. ട്രെയിൻ കയറാൻ സമയത്ത് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് റോസിച്ചിൻ്റെ അഭിപ്രായം പറഞ്ഞു? ടൂറ് പോയിട്ട് പറയും. ടൂറ് പോയിട്ട് നന്നായി. ഒരു ടൂർ വെച്ചാൽ നല്ലൊരു പരിപാടിയായി. മറ്റേ ടൂർ പറഞ്ഞാൽ നല്ല പരിപാടിയാണ്. അടുത്തെന്നിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ വിമാനം കണ്ടു. അടുത്തെന്നിട്ട് ജെറ്റോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് വണ്ടിക്കാരന് കാശ് കൊടുക്കണം. ഏജൻസി വഴിയായിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നതാണ് 7200 രൂപയാണ് അവരുടെ വാടക. പ്ലസ് എക്സ്ട്രാ ഒരു 150 രൂപ അവർക്ക് കൂടുതൽ കൊടുത്തു ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ സന്തോഷമായിട്ട് അവരത് സ്വീകരിച്ച്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കേരളത്തിൽ നിന്ന് വന്ന് വണ്ടി കേൾപ്പിച്ചിങ്ങനെ പോയതിന് ഷെയ്ക്കിൻ്റെ ഒക്കെ തരുന്ന ഭാഗങ്ങളാണ്. അണ്ണൻ നല്ല അണ്ണനാണ്. അങ്ങനെ അവിടെ നിന്നും പോന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി. എല്ലാവരും ഉറങ്ങി. ട്രെയിനിൽ നിന്ന് ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങി. അങ്കമാലിയിലെത്തി. അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് മേലൂരിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി അവിടെ വന്ന് പാർക്കിങ്ങിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് സൗകര്യമായിട്ട് വണ്ടിയിലേക്ക് പോരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ കിടക്കാനൊക്കെ നല്ല സൗകര്യങ്ങളായിരുന്നു. എല്ലാവരും ഇറങ്ങി. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 5:45 ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വണ്ടി അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ വണ്ടി തന്നെയാണ്. ഇവിടെ നിന്നും ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വന്ന് ട്രെയിൻ പുറപ്പെട്ടു. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി പോകണം കേട്ടോ. കണ്ടോ, ഡ്രസ്സൊക്കെ മാറാൻ ഞങ്ങൾക്ക് സൗകര്യം കിട്ടിയിട്ടോ അവിടെ നിന്ന് ചെന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഞങ്ങൾ കയറുന്നു. ഞങ്ങളുടെ ട്രാവലർ വന്നു. ചായ ഒന്നും കുടിക്കാൻ സമയം ഉണ്ടായില്ല. ഞങ്ങൾ വേഗം വീട്ടിലേക്കുള്ള പുറപ്പാടിലാണ് എല്ലാവരും യാത്രയായിട്ടിരിക്കുന്നത്. അങ്ങനെ ഗോകുലം വീണ്ടും ഞങ്ങൾ ചാലക്കുടിയിലും. ഞങ്ങളുടെ സ്പെഷ്യൽ ഗ്രൂപ്പ് ചാലക്കുടി സ്റ്റൈൽ. ഞങ്ങളങ്ങനെ ചാലക്കുടി വരെ എത്തി. എല്ലാവരും ചായ കുടിച്ച് ഫ്രഷാവണം. ചായയുടെ ഗ്ലാസ് ബൂസ്റ്റ് ചായ. ഞങ്ങളിവിടെ എത്തി. വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും ഓരോ കിറ്റുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നാണ് എല്ലാവരുടെ ബാഗിലും കയ്യിലൊക്കെ ആയിട്ട്. നമ്മൾ ഓരോരുത്തരും അവരുടെ സ്പോട്ടിലേക്ക് അവർ പോയിക്കോളും. നമുക്ക് വണ്ടിക്കാർ മേലൂരുള്ള വണ്ടിയാണ്, നന്ദനം വണ്ടിയാണ്. ഡ്രൈവറൊക്കെ നല്ല തരക്കേടിലാണ്. ഞങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഭാഗങ്ങളാണിത്. കണ്ടോ, എല്ലാവരുടെയും ഒരു സന്തോഷം കണ്ട മുഖത്ത് ഭയങ്കര സന്തോഷത്തിലിരിക്കണേ. ഇനി ഡ്രൈവർക്ക് പൈസ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ വണ്ടി വാടക കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകണം. ആൾക്കാർ ചായക്ക് കാശൊക്കെ കൊടുത്ത് പോകും. ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വെറൈറ്റി ഫുഡുകളാണ് കണ്ടോ, സ്വീറ്റ്സുകളാണ് ഇതൊക്കെ.
ഇത് കണ്ട പൈനാപ്പിളിൻ്റെ മോഡല്, ഇത് ആപ്പിളിൻ്റെ മോഡൽ. ഇതിന് 3, 4, 10 300 രൂപയാണ് ഇതിന്. ഇത് 150 രൂപ ഈ 5 പീസിന്. ഇത് 200 രൂപ 3, 6, 9 പീസിന്. മാഷ്മെല്ലാം 35 രൂപയുള്ളൂ, ഈ പഞ്ഞി പോലെ ഇരിക്കുന്നു. ഇത് ചോക്ലേറ്റിൻ്റെ മണിയായിട്ടുള്ളതാണ്. അതിൽ കശുവണ്ടി പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് 100 രൂപ. ഇതൊന്നും നമ്മുടെ ഇവിടെ ഇല്ല, ചാലക്കുടിയിലില്ല. പിന്നെ ഉണ്ടോ, ഇതൊരു വെറൈറ്റി ഫുഡാണ്. കണ്ടോ, ഒരു പച്ച കളറ്, ഗ്രേ പച്ച പോലെയുള്ളത്. ഇതിന് 65 രൂപ. ഇതൊക്കെ ഫ്രണ്ട്സുകൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചെന്താണ്. അങ്ങനെ ടൂറൊക്കെ വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് വന്നു. ഇനി നമുക്ക് സൗണ്ടൊക്കെ പോയി തുടങ്ങി, ഡിസ്റ്റൻസിൻ്റെ ഒക്കെ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവരും വീഡിയോ കാണണേ. നമ്മൾ ചേച്ചിമാരെയൊക്കെ കൊണ്ടുപോയതാണ്, തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരെയാണ് കൊണ്ടുപോയത്. എല്ലാവരും വീഡിയോ കണ്ട് അവർക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.